ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാനിന്ന് നമ്മുടെ ക്രാഫ്റ്റ് ഏരിയയിൽ ഒരു ചെറിയ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളെ മെമോ നോട്ടാണ്. അതുപോലെ ഇന്ന് ഉണ്ടാക്കിയ ഒരു പെൻ ഹോൾഡറാണ് കേട്ടോ ഇത്. എനിക്ക് കുറേ പെൻ ഹോൾഡർ ഉണ്ടെങ്കിലും ഞാൻ ബാക്ക് ടു സ്കൂളിൻ്റെ ഇതിൽ ഇടാൻ, അതുപോലെ എൻ്റെ സ്കെയില് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. അതുപോലെ തന്നെ കുറേ ഞാൻ നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ട്രാൻസ്പെറൻറ്റും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. കാര്യം വേറെ ഒന്നല്ല, നമ്മൾ ഉണ്ടാക്കിയതായതുകൊണ്ട് വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മൊത്തം ട്രാൻസ്പെറൻ്റ് ആട്ടോ. ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട്സ് ആണിത്. ഓറഞ്ച്, അതുപോലെ തന്നെ ഗ്രീനും വൈറ്റ്, ബിക്കുണ്ട്, വൈറ്റ് ചെറുതുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇതുകളാണ് വെച്ചേക്കുക. പിന്നെ നമ്മൾ പാറ്റേൺ പേപ്പർ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാറ്റേൺ പേപ്പർ സ്റ്റിക്കി നോട്ട് അപ്പോൾ ഇത്രയാണ് കേട്ടോ അതിൽ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത് മെമോ നോട്ടാണ്. അതിന് വേണ്ടി ഒരു A4 ഷീറ്റിലാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ലൈൻസൊക്കെ വരയ്ക്കാൻ ഡിസൈൻ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രഷ് പെന്നാണ്. അപ്പോൾ അതിൽ ഈ ഒരു പോയിന്റ് ഡിസൈൻ കൊടുക്കുന്നത് ഞാൻ ഈ ബ്ലാക്കിൻ ഈ പെന്നും കൊണ്ടാണ്. ഞാൻ അത്ര വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എല്ലാത്തിലും ഒരേപോലെ പൂക്കൾ ഇങ്ങനെ ഗ്രിഡ് ലൈൻസ് പോലെ, ഗ്രിഡ് ലൈൻസിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ പൂക്കൾ വരച്ചെടുക്കണേ. ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ശേഷം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വരയും കൂടി വരയ്ക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ കണ്ട കേട്ടോ. ഞാൻ അങ്ങനെ ഓരോന്നും കാണുമ്പോൾ വേഗം അത് ചെയ്തുകൊണ്ടേ ഇരിക്കും. കൗതുകം തോന്നിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും 1 2 3 4 5 6 8 9 സ്റ്റിക്ക് മെമോ നോട്ടിൻ്റെ പേജസ് നമ്മളിവിടെ എടുത്തുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കാം. കറക്റ്റ് സൈസിനാട്ടോ ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നോട്ട് എന്ന് പറയുന്നത്. ഞങ്ങൾക്കതിൽ മെമോ നോട്ട്സിന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെമോ നോട്ട്സിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവരും ട്രൈയും കൂടിയും ചെയ്യണം കേട്ടോ.